കൊയ്ത്ത് തുടങ്ങിയതോടെ കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് സിവിൽ സപ്ലൈസിനായി നെല്ല് സംഭരിക്കുന്ന സ്വകാര്യ മില്ലുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് കർഷകരുടെ ആരോപണം. ചെന്നിത്തല 1, 3, 8 ബ്ലോക്കുകളിലും മാന്നാർ, കുരട്ടിശ്ശേരി പാടശേഖരത്തിലെ വാഴത്തോപ്പ്, ഇടപ്പുഞ്ച എന്നിവിടങ്ങളിലുമാണ് കൊയ്ത്ത് തുടങ്ങിയത്. പാടശേഖരങ്ങളിൽ കൊയ്ത്തു തുടങ്ങിയതോടെ ബാങ്കുകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും കൊള്ളപ്പലിശയ്ക്കും കടം വാങ്ങിയും വലിയ പ്രതീക്ഷയോടെ കൃഷിയിറക്കിയ കർഷകരെ ദ്രോഹിക്കുന്ന സമീപനമാണ് സിവിൽ സപ്ലൈസിനായി നെല്ല് സംഭരിക്കുന്ന സ്വകാര്യ മില്ലുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്ന് കർഷകർ ആരോപിക്കുന്നു. കൊയ്തെടുത്ത നെല്ലിൽ ഈർപ്പത്തിന്റെ അംശം കൂടുതലുണ്ടെന്ന കാരണം പറഞ്ഞ് അമിതമായ കിഴിവാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ചെന്നിത്തല 1, 3, 8 ബ്ലോക്കുകളിലും മാന്നാർ, കുരട്ടിശ്ശേരി പാടശേഖരത്തിലെ വേഴത്താർ, ഇടപ്പുഞ്ച എന്നിവിടങ്ങളിലുമാണ് കൊയ്ത്ത് തുടങ്ങിയത്. കൊയ്തെടുത്ത നെല്ല് തൊഴിലാളികളെ നിർത്തി ഉണക്കി ഈർപ്പം തട്ടാത്ത വിധത്തിൽ പാടശേഖരത്തിലെ ഉയർന്ന സ്ഥലത്ത് സൂക്ഷിച്ചിരിക്കുന്നു. ഈ നെല്ലിന് പോലും 10% മുതൽ 15% വരെ കിഴിവാണ് മില്ലുകാർ കർഷകരോട് ആവശ്യപ്പെടുന്നതെന്ന് പാടശേഖര സമിതിക്കാർ പറയുന്നു. സർക്കാരും കൃഷിവകുപ്പും ഇടപെട്ട് അമിത കിഴിവ് എടുക്കാതെ കൊയ്തെടുത്ത നെല്ല് സംഭരിക്കാൻ നടപടിയുണ്ടാകണമെന്നാണ് കർഷകരുടെയും പാടശേഖര സമിതികളുടെയും ആവശ്യം. നേത്രവേലി പാടശേഖരത്തെ കൃഷി ഇങ്ങനെ നശിക്കുകയാണ്. വലിയ കടക്കെണിയാണ് കർഷകർക്ക് മുമ്പിൽ ഉള്ളത്. കിഴിവ് ചോദിക്കുന്ന മില്ലുകാർ കർഷകരെ കൂടുതൽ വിഷമത്തിലാക്കുന്നു. ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം സർക്കാർ ഉണ്ടാക്കിത്തരണമെന്നാണ് കർഷകനായ ഗിരീഷ് ആവശ്യപ്പെടുന്നത്. ചെന്നിത്തല പാടശേഖരത്തിലെ 14-ാം ബ്ലോക്കിലുള്ള നേത്രവേലി പാടത്തെ ഒരു കർഷകനാണ് ഞാൻ. ഗിരീഷ് എന്നാണ് എൻ്റെ പേര്. എല്ലാ വർഷക്കാലവും തണ്ണീർമുക്കം ബണ്ട് തുറക്കുമ്പോഴത്തേക്ക് ഇവിടെ വെള്ളം അമിതമായി കടന്നു വരികയും ഈ പുറംബണ്ടിൻ്റെ ബലക്ഷയം കാരണം കൃഷി നശിച്ചു പോകുന്ന അവസ്ഥയാണ് നമുക്ക് എല്ലാ കൊല്ലങ്ങളും ഉള്ളത്. അത് മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ കൃഷിമന്ത്രിക്കും ഒക്കെ നമ്മൾ നിവേദനങ്ങൾ പല പ്രാവശ്യം കൊടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെ അനുകൂലമായ ഒരു സാഹചര്യം നമുക്ക് ലഭിച്ചില്ല എന്നുള്ളതാണ് കർഷകരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. അതിനായി ഒരു ശാശ്വത പരിഹാരം കർഷകർക്ക് വേണ്ടി കൃഷി വകുപ്പിൽ നിന്നും അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഇടപെട്ടാണെങ്കിലും കൃത്യമായി ഞങ്ങൾക്ക് ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ വിളവെടുക്കാൻ ഇനി 2 ദിവസം കൂടെ ഉള്ളൂ. അതുപോലെ തന്നെ വിളവെടുത്തു കഴിഞ്ഞാൽ തന്നെയും ഭീമമായ ഒരു തുക മുടക്കുകയാണ്. ഇപ്പോൾ ഒരു ഏക്കറിന് 50,000 രൂപ വരെ ചിലവാക്കിയാണ് ഞങ്ങൾ ഈ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി അതെല്ലാം മഴക്കാലമോടൊക്കെ വന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാവരും ഭീതിയിലായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നെല്ല് സംഭരിച്ചു കഴിഞ്ഞാലും മില്ലുടമകൾ സർക്കാരിൽ നിന്നും കിഴിവെടുക്കരുതെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും മില്ലുടമകൾ വന്നു കഴിഞ്ഞ് വലിയ കിഴിവുകൾ കൊണ്ടുവരികയും കർഷകരെ വളരെ പ്രയാസത്തിലാക്കുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. ഇതിനെല്ലാം ഒരു ശാശ്വത പരിഹാരം ഞങ്ങൾക്ക് കർഷകർക്ക് നൽകണമെന്നാണ് ഒരു ചെറിയ കർഷകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത്. കൊയ്ത്ത് ആരംഭിച്ചതോടെ കൊയ്ത്ത് യന്ത്രത്തിന് ആവശ്യം വർദ്ധിച്ചതോടെ വാടകയും തോന്നുന്ന പോലെയാണെന്ന് കർഷകർ പരാതി പറയുന്നു. ചെന്നിത്തല പഞ്ചായത്തിലെ 14-ാം ബ്ലോക്കിലും കടുവള്ളാരി ബിയിലും മണിക്കൂറിന് 1675 രൂപ നിരക്കിൽ കൊയ്ത്ത് യന്ത്രത്തിന് വാടക വാങ്ങുമ്പോൾ തൊട്ടടുത്ത എ ബ്ലോക്കിൽ 1850 രൂപ വാങ്ങിയെന്ന് കർഷകർ ആരോപിക്കുന്നു. കർഷകന്റെ അവസ്ഥ വളരെ മോശമാണ്. ഇതിനിടയിലാണ് മടവീഴ്ച കാരണം ഉള്ള നഷ്ടവും. അപേക്ഷകൾ നിരവധി കൊടുത്തിട്ടും കൃഷിവകുപ്പിൽ നിന്നും നടപടി ഒന്നും തന്നെയില്ല. കർഷകരെ രക്ഷിക്കണം. ഈ ദുരിതം തീർക്കാൻ ഉടനടി ഇടപെടണമെന്നാണ് കർഷകൻ ബിജു പറയുന്നത്. ചെന്നിത്തല പഞ്ചായത്തിലെ നേന്ത്രവേലി പാടശേഖരത്ത് ശേഖരം 14-ാം ബ്ലോക്കിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെല്ല് വളരെ മോശമാണ്. അതുപോലെ തന്നെ ഇപ്പം തണ്ണീർമുക്കം ബണ്ട് ഷട്ടർ പൊക്കിയ പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഭീതിയാണ്. അതായത് ഏറ്റവും കൊണ്ട് നെല്ലിനകത്ത് വെള്ളം കയറുകയും അതേപോലെ തന്നെ പുറവണ്ടിൻ്റെ വിലക്കുറവ് കാരണം എല്ലാ വർഷവും മട വീണ് പോവുകയാണ്. കഴിഞ്ഞ പ്രാവശ്യവും മട വീണ് പോകുമായിരുന്നു, അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം മട വീണ് പോകുമായിരുന്നു. എല്ലാ വർഷവും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരേക്കറിന് 50,000 60,000 രൂപ വരെ മുടക്കാണ് എല്ലാ വർഷവും നമ്മൾ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഒരു പ്രയോജനമില്ല. ബാങ്കിന്നൊക്കെ കള്ളക്കടവെടുത്താണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ വാച്ചാലിൻ്റെ ഇരു സൈഡും ഒന്ന് കെട്ടാൻ നമ്മൾ പല പ്രാവശ്യം നമ്മൾ അപേക്ഷകൾ പലർക്കും കൊടുത്ത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് കൊടുത്ത്, കൃഷിമന്ത്രിക്ക് കൊടുത്ത്, കൃഷി ഓഫീസിൽ കൊടുത്ത്, എല്ലായിടത്തും കൊടുത്ത്. പക്ഷേ ഇതുവരെ നമുക്ക് ഒരു ശാശ്വത പരിഹാരം നമുക്കിതുവരെ കിട്ടിയിട്ടില്ല. കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിൽ പോലും അടുത്ത പ്രാവശ്യമെങ്കിലും നല്ല രീതിയിൽ ഞങ്ങൾ കൃഷി ചെയ്യാനായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ കൃഷിമന്ത്രിയോ അവരൊക്കെ ഇടപെട്ട് ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. കാരണം എന്ന് പറഞ്ഞാൽ അതേപോലെ കടബാധ്യതയാണ് ഞങ്ങൾക്ക്. ഒരു രീതിയിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അത്ര കഷ്ടപ്പാടാണ്. അതായത് കർഷകരെല്ലാം
കർഷകനെ ഒരു രീതിയിലും സഹായിക്കുന്നില്ല. ഒരു രീതിയിലും കർഷകന് ഒരു സഹായവും സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല. അപ്പം ഞങ്ങളെ കുറച്ച് ഞങ്ങളെ സഹായിച്ച് ഞങ്ങളെ രക്ഷപ്പെടുത്തണം. വരും നാളുകളിൽ കൂടുതൽ പാടങ്ങളിൽ കൊയ്ത്ത് നടക്കുന്നതോടെ കർഷകരെ കൂടുതൽ ദ്രോഹിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുമെന്ന് കർഷകർ ആശങ്കപ്പെടുന്നു. ഇത്തരം കൊള്ള നടത്തുന്നത് കൃഷിവകുപ്പും പാടശേഖര സമിതികളും തടയണമെന്നാണ് കർഷകരുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, ചെങ്ങന്നൂർ.